മലപ്പുറം ഇരുവേറ്റയിൽ ബീഹാർ സ്വദേശികളായ കുട്ടികൾക്ക് നേരെ രണ്ടാനമ്മയുടെ കൊടും ക്രൂരത. 5, 6, 11 വയസ്സുള്ള 3 പെൺകുട്ടികളുടെ ശരീരത്തിൽ ചട്ടുകം വെച്ച് പൊള്ളലേൽപ്പിച്ചു. നാട്ടുകാർ നൽകിയ പരാതിയിൽ രണ്ടാനമ്മയായ ഷീലാദേവി, ഭർത്താവ് രാജേഷ് ശർമ്മ എന്നിവരെ റിമാൻഡ് ചെയ്തു. കുട്ടികളുടെ സംരക്ഷണം CWC ഏറ്റെടുത്തു. യൂനുസ് അഹമ്മദ് മലപ്പുറത്ത് നിന്ന്. യൂനുസ്, ഹൃദയഭേദകമായ അങ്ങേയറ്റം ക്രൂരമായ ഒരു ചെയ്തിയാണ് ഈ രണ്ടാനമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാണ് ഈ സംഭവം? ഈ കുട്ടികൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടോ? എങ്ങനെയാണിത് മറ്റുള്ളവർ അറിയുന്നത് വിഷയം? സൈഫു, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മലപ്പുറം ഇരുവേറ്റി ഈ സംഭവം നടക്കുന്നത്. ഈ ബീഹാർ സ്വദേശിയാണ് ഇവർ. രണ്ടാനമ്മയെ ക്രൂരമായി കൊടും ക്രൂരതയാണ് നടത്തിയത്. കുട്ടികളെ ചട്ടുകം വെച്ച് പൊള്ളിക്കുകയായിരുന്നു. ഈ പൊള്ളലേറ്റത് 5, 6, 11 വയസ്സുള്ള കുട്ടികൾക്കാണ്, പെൺകുട്ടികൾക്കാണ് ഈ പൊള്ളലേറ്റത്. ഇത് പ്രധാനമായി ഇത് പുറത്തറിയാൻ കാരണമായത് ഈ കുട്ടികളുടെ കാലിലാണ് ഈ പൊള്ളലേൽപ്പിച്ചത്. ഈ കുട്ടിയുടെ കാലിലെ ഈ പരിക്ക് നാട്ടുകാരും പരിസര പ്രദേശത്തവരും കണ്ടതാണ്. ഈ പിന്നീട് ഈ കുട്ടികളോട് ഈ വിവരം ചോദിക്കുകയും കുട്ടികൾ ഇത് രണ്ടാനമ്മ ചെയ്തതാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഈ നാട്ടുകാരാണ് ഈ പോലീസിനെയും അതോടൊപ്പം തന്നെ CWCയും നാട്ടുകാരാണ് ഈ വിവരം അറിയിക്കുന്നത്. പിന്നീട് ഈ പോലീസും CWCയും എത്തിയാണ് ഈ വിവരം ഇവരെ പരിശോധിച്ച് ഇവരെ പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഭർത്താവ് ബീഹാർ സ്വദേശികളായ രാജേഷ്, ഭാര്യ ഷീലാദേവി എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. ഈ രണ്ടാനമ്മയായ ഷീലാദേവിയാണ് ഇവരെ ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ കുട്ടികളുടെ സംരക്ഷണം ഇപ്പോൾ CWC ഏറ്റെടുത്തിട്ടുണ്ട്. മുമ്പും ഈ കുട്ടികളെ ഈ സ്ത്രീ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പറയുന്നത്. ഏതായാലും വലിയ കൊടും ക്രൂരതയാണ് ഉണ്ടായത്. 3 പെൺകുട്ടികൾക്കും കാലിലാണ് ഈ ഒരു ആക്രമണം ഏറ്റത്, പൊള്ളിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നാട്ടുകാരുടെ ഇടപെടലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നത് എന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 5, 6, 11 വയസ്സുള്ള കുട്ടികളാണ്. അവിടെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണോ യൂനുസ്? അതെ, ഇവിടെ കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്ത് ഈ കുട്ടികളടക്കം ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഈ രാജേഷ് ശർമ്മ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പൊ പല സമയങ്ങളിലായിട്ട് ഈ രണ്ടാനമ്മ ഈ കുട്ടികളെ ആക്രമിച്ചു എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കുട്ടികളെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പലതവണ ഈ ഒരു ആക്രമണം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഇനിയും ഈ രണ്ടാനമ്മയൊപ്പം ഇവരെ വിടണോ വേണ്ടയോ എന്നുള്ള കാര്യവും ഇപ്പോൾ നടപടിയെടുത്ത് അല്ലെങ്കിൽ പരിശോധിച്ച് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് CWC പറയുന്നത്. അത് കാലങ്ങളായി ഇവർ ഇവിടെ താമസിച്ചു വരികയാണ്. ഏതായാലും ഇപ്പോൾ ഇവരെ 2 പേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് വെച്ചാൽ കുട്ടികളുടെ പിതാവിനും ഈ ക്രൂരതയിൽ പങ്കുണ്ടെന്നാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭർത്താവിനും ഇവരുടെ ഈ കുട്ടിയുടെ പിതാവിനും ഈ ഒരു കൊടും ക്രൂരതയിൽ പങ്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പലതവണ ഈ ഒരു രണ്ടാനമ്മ ആക്രമിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല, യാതൊരു പരാതിപ്പെടുകയോ മറ്റു യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പലതവണ ആക്രമിച്ചു. ഇപ്പോൾ 3 പെൺകുട്ടികൾ ഒരുമിച്ച് അവരെ ചട്ടുകം പൊള്ളിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് ആരെയും അറിയിക്കാതെ നിന്നു. അങ്ങനെ പലതവണ ഈ ആക്രമണം ഉണ്ടായിട്ടും യാതൊരു നടപടിയും പരാതിപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ആക്രമണത്തിൽ ഈ ഭർത്താവിനും ഈ കുട്ടിയുടെ പിതാവിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.